ഇപ്പോൾ നിലവിലെ രാജാവ് ജിൻഡോയാണ്. ജിൻഡോ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് മഹാരാജാവായിട്ട് അങ്ങനെ തുടരാനായിട്ട് താല്പര്യമില്ല, ആരും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനായിട്ട് വരരുത് ദയവ് ചെയ്ത്. ഞാനൊരു 5 ഗെയിം വെക്കും, ഈ 5 ഗെയിമിൽ വിജയിക്കുന്നതാരോ അവർക്ക് ഞാനിത് തരും, അതുകൊണ്ട് ആരും തട്ടിപ്പറിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. സംഭവം എന്തായാലും കോമഡിയാണ്. അവിടെ ഈ രാജാവ് പ്രജകൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത് തന്നെ ബിഗ് ബോസ് ഭയങ്കര സീരിയസ് ആയിട്ട് ആ ഗെയിമിനെ കണ്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും അടിയും വഴക്കൊക്കെ നടക്കട്ടെ എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ ജിൻഡോ മഹാരാജ് സംഭവം മൊത്തത്തിൽ അങ്ങ് കോമഡിയാക്കി മാറ്റാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സംഭവം ലൈവ് കാണുന്നവർക്ക് ഒരു രസകരമായ ഒരു കോമഡി അത്രയേ ഉള്ളൂ, അല്ലാതെ കാര്യമായിട്ട് അവിടെ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. ആദ്യം തന്നെ ഒരു കസേര കളി വെച്ചു, അത് കഴിഞ്ഞപ്പോൾ കസേരയുടെ മുകളിൽ കാലിങ്ങനെ പൊന്തിച്ച് വെച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് എത്ര നേരം നിൽക്കാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഗെയിം. ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്പൂണിൽ തക്കാളി വെച്ചുകൊണ്ട് നടക്കല്. ഇതൊക്കെയാണ് ഗെയിമുകൾ. അങ്ങനെ ഒരു 5 ഗെയിം നടത്തിയിട്ട് വിജയിക്കുന്നതാരോ ആ ആൾക്ക് പിന്നെ രാജ്യപദവി കൊടുക്കുന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ജിൻഡോ മഹാരാജാവ്. ജിൻഡോ മഹാരാജാവിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് എല്ലാവരും ഇരുന്ന് കളിയാക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. സംഭവം ഒരു രസകരം, ഒരു കോമഡി ആയിട്ട് ലൈവ് ഇരുന്ന് കാണാം. അതിൽ കൂടുതൽ കണ്ടന്റ് ഒന്നുമില്ല. ഇനി ജാസ്മിനാണ് അടുത്തത് രാജാവാവുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടന്റിനുള്ള വകുപ്പുണ്ടെന്നാണ് നമുക്ക് പ്രമോ കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പൊ എന്തായാലും അവിടെ ജിൻഡോ മഹാരാജാവ് സംഭവം രസകരമാക്കി കോമഡിയാക്കി മുന്നോട്ട് പോകുന്നുണ്ട്.